മറ്റു വാർത്തയിലേക്ക്. ഭഗവാൻ കൃഷ്ണനെയും ശ്രീകൃഷ്ണ ജയന്തിയും അവഹേളിച്ച് സഖാവ് ബാറിൽ ഓടക്കുഴൽ കൊണ്ടുവച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ് CPM പ്രവർത്തകൻ. സംഭവത്തിൽ വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെതിരെ കേസെടുത്തു. ഓടക്കുഴൽ മറന്നുവച്ചിട്ടുണ്ട്, കണ്ണിന് ബോധം തെളിയുമ്പോൾ വന്നെടുക്കാൻ അറിയിക്കുക എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പ്രചരിപ്പിച്ചത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, CPMന്റെ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസത്തോടുള്ള അവഹേളനം അത് തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കൃഷ്ണനെയും ശ്രീകൃഷ്ണ ജയന്തിയും അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേസെടുത്തിട്ടുണ്ടെങ്കിലും വലിയ പ്രതിഷേധം തന്നെയാണ് സ്വാഭാവികമായും ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും KP, നമുക്കറിയാം ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം വൈകുന്നേരമാണ് ഈ ശരത്ത് എന്ന് പറയുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി, നേരത്തെ അയാൾ വെറും ഒരു CPM പ്രവർത്തകനാണെന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ അയാൾ വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നൊരു വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇയാൾ ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം വൈകുന്നേരം ഈ ഓടക്കുഴലുമായി കണ്ണൂർ കാക്കയങ്ങാടുള്ള ഒരു ബാറിൽ പോകുന്നു. അവിടെ മദ്യക്കുപ്പികളുടെ പശ്ചാത്തലത്തിൽ ഓടക്കുഴൽ വെച്ച് ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇത് കണ്ടൊരു പ്രാദേശിക RSS പ്രവർത്തകനായ അനിലാണ് ഇത്തരത്തിലൊരു പരാതി മുഴക്കുന്ന് പോലീസിന് നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഴക്കുന്ന് പോലീസ് ഇന്നലെ വൈകിട്ടോടുകൂടി FIR ഇട്ടത്. ഇരു വിഭാഗവും തമ്മിൽ കലാപവും സംഘർഷവും ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ ബാറിൽ വെച്ചെടുത്ത ഫോട്ടോയിൽ അയാൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്: ഓടക്കുഴൽ മറന്നു വെച്ചിട്ടുണ്ട്, കണ്ണന് ബോധം തെളിയുമ്പോൾ വന്നെടുക്കാൻ അറിയിക്കുക എന്നൊരു ക്യാപ്ഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എത്രത്തോളം അവഹേളനപരമാണ് ഈ ഒരു ക്യാപ്ഷൻ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം CPMന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനല്ല, കാരണം കൃത്യമായി ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയെ മോശമായി കാണിക്കാൻ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ മോശമായി കാണിക്കാൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മദ്യപാനിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ ശരത്ത് വട്ടപ്പൊയിലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം തന്നെയാണ് പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതാദ്യമായല്ല CPMന്റെ ഒരു നേതാക്കന്മാരോ അല്ലെങ്കിൽ CPM ഔദ്യോഗികമായോ ശ്രീകൃഷ്ണ ജയന്തിക്കെതിരെയോ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയോ വരുന്നത്. ഇതിനു മുന്നേയും പല തവണ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നിത്യസംഭവമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മാത്രമല്ല ഈ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി അന്നേ ദിവസം തന്നെ ഒരു ഓടക്കുഴലെടുത്ത് ബാറിൽ പോയി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യാൻ മാത്രം ഇയാൾക്ക് എന്ത് നിഷ്കളങ്കതയാണ് ഉള്ളതെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല ഇതിന് ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം മാത്രം കിട്ടാവുന്ന വകുപ്പുകളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ വെറുമൊരു കേസെടുത്ത് ഒഴിവാക്കുക മാത്രമല്ല, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയെടുത്തത് സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള നടപടി വേണമെന്ന് തന്നെയാണ് ആവശ്യമുയരുന്നത്. KP, കലാപം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ CPMന്റെ പോലീസാണ്, ഇതിനെയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.